കെ ഡിസ്കിലെ 3 എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ ചട്ടവിരുദ്ധമായി മാനുവലിലെ എല്ലാ നിയമവശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായി നിയമിച്ചത് എന്ന തെളിവുകളടക്കമുള്ള രേഖകളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ആ വാർത്തകളുടെ പിന്നാലെയാണ് കണ്ണൂർ സ്വദേശിയായ AK ഷാജി ഹൈക്കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തത്. ആ പൊതു താൽപ്പര്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കെ ഡിസ്കിനും അതോടൊപ്പം ആരോപണ വിധേയരായ 3 എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെന്നും അതോടൊപ്പം ജസ്റ്റിസ് ശ്യാംകുമാർ വി എമ്മും അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വരുന്ന 29-ാം തീയതി ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ആ സമയത്തിനിടയിൽ ഇവർക്ക് എന്തെങ്കിലും എതിർ സത്യവാങ്മൂലം നൽകാനുണ്ടെങ്കിൽ ആരോപണ വിധേയർക്കോ കെ ഡിസ്കിന് ഔദ്യോഗികമായോ ഏതെങ്കിലും തരത്തിലുള്ള കൗണ്ടർ അഫിഡവിറ്റ് നൽകാനുണ്ടെങ്കിൽ അത് നൽകാനുള്ള സാവകാശം കൂടി കോടതി അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും 29-ാം തീയതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമിൻ സെൻ അധ്യക്ഷനായ ബെഞ്ച് കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോഴേക്കും ഏത് തരത്തിലായിരിക്കണം ഇതിൽ തുടർ നീക്കങ്ങൾ എന്ന കാര്യത്തിലൊക്കെ വിശദമായ വാദപ്രതിവാദങ്ങൾ നടക്കുക. പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് ഈ നിയമനങ്ങൾ ക്രമവിരുദ്ധമാണെന്ന് പ്രാഥമികമായി ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുന്നത്. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഈ നിയമനവുമായി മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അങ്ങനെയെങ്കിൽ കെ ഡിസ്കിൻ്റെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രിയും അതിൻ്റെ വൈസ് ചെയർമാനായ, അതായത് ധനകാര്യമന്ത്രിയാണ് വൈസ് ചെയർമാൻ, ഇത് 2 പദവിയും ഒരു വ്യക്തിയാണ് നിലവിൽ വഹിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ഇടപെടൽ വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്ത് തരത്തിലുള്ള നടപടികളായിരിക്കും ഈ 3 പേരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി സ്വീകരിക്കുക എന്നതാണ് അറിയാനുള്ളത്. ഈ 3 നിയമനങ്ങൾക്ക് അപ്പുറം കെ ഡിസ്ക് മുഖേന നടപ്പിലാക്കിയ 2021 മുതലുള്ള ചില പദ്ധതികളെ സംബന്ധിച്ചും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും വിശദമായ പരിശോധന നടന്നേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെ കെ ഡിസ്കിലെ അനധികൃത നിയമനം, വഴിവിട്ട നിയമനം, ആ വാർത്ത ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ ഒരു ഹർജി കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഹർജിയിന്മേൽ തുടർ നടപടികൾക്ക് കോടതി തയ്യാറെടുക്കുന്നു. ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് കോടതി എന്നതുകൂടിയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്.